ഒരു സിനിമ കാണുമ്പോൾ നമ്മളെ ഏറെ ആകർഷിക്കുന്ന നടനെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്യുന്ന മറ്റൊരാളാണ് അതിലെ വില്ലൻ എന്ന് പറയുന്നത്. ആ വില്ലന്മാരെയും പലപ്പോഴും നമ്മൾക്ക് ആ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ നെഞ്ചിലേക്ക് ഏറ്റി നമ്മൾ നടത്താറുണ്ട്. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വില്ലൻ കഥാപാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക. 2025 ആവുന്നതിന് മുമ്പ് നമ്മളെ വിട്ടുപോയിട്ടുള്ള ആ ഒരു വില്ലന്മാരുടെ ലിസ്റ്റാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അവർ ജനിച്ച വർഷവും മരിച്ച വർഷവുമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ആദ്യം നമ്മുടെ ലിസ്റ്റിലുള്ളത് ബാലൻ കെ നായരാണ്. 1933 ജനിച്ചു, 2000 മരിച്ചു. അടുത്തത് രാജൻ പി ദേവ്. 1951 ജനിച്ചു, 2009 മരിച്ചു. അടുത്തത് നരേന്ദ്രപ്രസാദ്. ജനനം 1946, മരണം 2003. അടുത്തത് ജോസ് പ്രകാശ്. ജനനം 1925, മരണം 2012. അടുത്തത് റിസബാവ. ജനനം 1966, മരണം 2021. അടുത്തത് രതീഷ്. 1954 ജനനം, 2002 മരണം. തിലകൻ. 1935 ജനനം, മരണം 2012. മോഹൻരാജ്. ജനനം 1955, മരണം 2024. രഘുവരൻ. ജനനം 1958, മരണം 2008. ക്യാപ്റ്റൻ രാജു. ജനനം 1950, മരണം 2018. NF വർഗീസ്. ജനനം 1949, മരണം 2002. നെടുമുടി വേണു. ജനനം 1948, മരണം 2021. മേഘനാഥൻ. ജനനം 1964, മരണം 2024. സുകുമാരൻ. ജനനം 1948, മരണം 1997. മുരളി. ജനനം 1954, മരണം 2009. ഇന്നസെന്റ്. ജനനം 1948, മരണം 2023. അടുത്തത് MG സോമൻ. ജനനം 1941, മരണം 1997. പ്രതാപചന്ദ്രൻ. ജനനം 1941, മരണം 2004. GK പിള്ളെ. 1924 ജനിച്ചു, 2021 മരിച്ചു. അനിൽ മുരളി. ജനനം 1964, മരണം 2020. അടൂർ ബാസി. ജനനം 1927, മരണം 1990. ടൈഗർ പ്രഭാകരൻ. ജനനം 1944, മരണം 2001. രാജീവ്. ജനനം 1974, മരണം 2011. കലാഭവൻ മണി. ജനനം 1971, മരണം 2016. പ്രതാപ് പോത്തൻ. ജനനം 1951, മരണം 2022. അമരീഷ് പുരി. ജനനം 1932, മരണം 2005. അപ്പോൾ നമ്മളെ വിട്ടുപോയിട്ടുള്ള ഈ ഒരു വില്ലന്മാരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വില്ലൻ കഥാപാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇതിൽ ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ഹാപ്പി ന്യൂ ഇയർ.